ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇലക്ട്രോണിക് കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിൽറ്റേഴ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഹൈ പാസ് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ കഴിഞ്ഞു. പാസീവ് അല്ലേ, നമ്മൾ പറഞ്ഞു ആക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് ആക്റ്റീവ് യൂസ് ചെയ്താൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ലിമിറ്റേഷൻ നോക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവിലേക്ക് എന്ത് ചെയ്യാം പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം ലിമിറ്റേഷൻ ഓഫ് പാസീവ് ഫിൽറ്റർ. എന്തൊക്കെയായിരുന്നു ലിമിറ്റേഷൻ ഓഫ് പാസീവ് ഫിൽറ്റർ? നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇസ് ലെസ് ദാൻ ഇൻപുട്ട്. അതായത് ഗെയിൻ എപ്പോഴും എത്ര ആയിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കാസ്കേഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, വെൻ കാസ്കേഡ് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി മച്ച് ലെസ് ദാൻ ദി ഇൻപുട്ടിനെക്കാട്ടി വളരെയധികം കുറേ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അതായത് വി ഔട്ട് എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ വി ഇൻ ആയിരിക്കും. ഇതാണ് ഒരു പ്രശ്നം, ഏതിൻ്റെ, പാസീവ് ഫിൽറ്ററിൻ്റെ ഒരു പ്രശ്നം അല്ലേ. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും, കട്ട് ഓഫ് ഫ്രീക്വൻസി വിൽ ഡിപ്പെൻഡ് ഓൺ അവർ ലോഡ് എന്ന് പറയുന്നത്. ഇനി ഹൈ പാസിൽ നമ്മൾ കേസ് എടുക്കുകയാണെങ്കിൽ, ഹൈ പാസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് വേരി ചെയ്തിരുന്നു, R വേരി ചെയ്തിരുന്നു, ശരിയല്ലേ. ബൈ വേരിയിങ് R എന്ത് ചെയ്യും, FC വേരി ചെയ്യും, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ ലോഡ് വേരി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ലോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, വി ആർ യൂസിങ് അവർ ആക്റ്റീവ് ഫിൽറ്റേഴ്സ്. ക്ലിയർ, നമ്മൾ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ ആക്റ്റീവ് ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് സർട്ടൻ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെ പാസ് ചെയ്യുക മാത്രമല്ല, ഇറ്റ് വുഡ് ഓൾസോ പ്രൊവൈഡ് ഗെയിൻ അല്ലേ. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഗെയിൻ അല്ലേ. നമ്മൾ എങ്ങനെയാണ് ഒരു ആക്റ്റീവ് ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യുക, നമ്മൾ ആക്റ്റീവ് ഫിൽറ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം, വി ആർ ഡിസൈനിങ് ബൈ ആക്റ്റീവ് കമ്പോണൻറ്റുകൾ, ശരിയല്ലേ. നമ്മൾ ആക്റ്റീവ് കമ്പോണൻറ്റുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് ഫിൽറ്ററുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആക്റ്റീവ് കമ്പോണൻറ്റുകൾ നമ്മളെ കയ്യിലുള്ള ഏതൊക്കെയാണ്, വി ആർ ഹാവിങ് അവർ ഓപ്പാംസ്, അതുപോലെ ഏതുണ്ട്, ട്രാൻസിസ്റ്റേഴ്സ്, ശരിയല്ലേ. നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഏതാണ്, നമ്മുടെ ഓപ്പാമ്പാണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, ഓപ്പാമ്പാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പാമ്പിൻ്റെ അഡ്വാൻറ്റേജ്, എന്താണ് ഓപ്പാമ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഓപ്പാമ്പ് എന്താണ്? മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഓപ്പാമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഹാവിങ് എ ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, ശരിയല്ലേ. വി ആർ ഹാവിങ് എ ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, അതുപോലെ വി ആർ ഹാവിങ് എ ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ്. ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ഒരു കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പാമ്പ് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ വി ക്യാൻ യൂസ് ദ ഓപ്പാമ്പ് ആസ് എ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിട്ട് യൂസ് ചെയ്യാം, ഒരു ബഫറായിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം അല്ലേ. ബഫറായിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് ക്യാൻ ഐസൊലേറ്റ് യൂസ് ബഫറായിട്ട് യൂസ് ചെയ്യുന്നത് ടു ഐസൊലേറ്റ് ദ load from the ഫിൽട്ടർ സർക്യൂട്ട് അല്ലേ. ലോഡിന് നമുക്ക് എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബഫറിന് എന്തായിട്ട് യൂസ് ചെയ്യാം, ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐസൊലേറ്റ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദ ഫിൽട്ടർ അല്ലേ. നമ്മൾ നേരത്തെ കണ്ടു, രണ്ടെണ്ണം കാസ്കേഡ് ചെയ്തു, അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, ബഫർ ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് യൂസ് ചെയ്യാം, നമ്മുടെ ഓപ്പാമ്പുകൾ അല്ലെങ്കിൽ ബഫറിനെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്ന യൂസിങ് ഏതാണ്, ഓപ്പാമ്പാണ്. അപ്പോൾ ഓപ്പാമ്പിൻ്റെ അഡ്വാൻറ്റേജുകൾ ഓർക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആക്റ്റീവ് ഫിൽറ്റർ യൂസിങ് ആണ് ഓപ്പാമ്പാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു വി ആർ ഹാവിങ് എ ബഫർ അല്ലേ. ബഫറിന് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ബഫർ യൂസ് ചെയ്യുന്നത് നമ്മളെ ഓപ്പാമ്പിൻ്റെ സർക്യൂട്ട് ഏതായിരുന്നു, ഓർമ്മയില്ലേ, നമ്മൾ ഓപ്പാമ്പ് പഠിക്കുമ്പോൾ പഠിച്ചതല്ലേ. ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ്, ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ. ബഫറായിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്, വി ആർ യൂസിങ് എ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് വിൽ ഫോളോ ദ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ. എന്താണോ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ, അത് തന്നെയാണ് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജ് സോൾവ് ചെയ്യും. അപ്പോൾ വി ഔട്ട് വിൽ ബി ഈക്വൽ ടു വി ഇൻ, ദാറ്റ് ഈസ് നിങ്ങളുടെ ഗെയിൻ എത്രയാണ്, യു വിൽ ഗെറ്റ് ദ ഗെയിൻ ആസ് 1. അപ്പോൾ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോളോവർ അല്ലെങ്കിൽ വോൾട്ടേജ് ഫോളോവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ യൂസ് ലൈക്ക് ദ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് വോൾട്ടേജിനെ എന്ത് ചെയ്യാം, ഇൻ ഫേസ് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാം. അപ്പോൾ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യാം, ഒരു ബഫറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്ട് ചെയ്യാം. അപ്പോൾ ഈ ബഫറിൽ തന്നെ നമ്മൾ ഈ ആക്റ്റീവ് ഫിൽറ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നുള്ളതാണ് ചോദ്യം അല്ലേ. സിമ്പിൾ അല്ലേ. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ഉണ്ടല്ലോ, ഇതല്ലേ നമ്മളെ ബഫർ, അതവിടെ നിൽക്കട്ടെ, വി ഔട്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻപുട്ട് സൈഡിലേക്ക് നമ്മളുടെ ആക്റ്റീവ് ഫിൽറ്ററിൻ്റെ ഡിസൈൻ കൊടുത്താൽ മതി, ആക്റ്റീവ് ഫിൽറ്ററിൻ്റെ ഡിസൈൻ. അപ്പോൾ നമ്മൾ ആദ്യം ഡിസൈൻ, അപ്പോൾ സപ്പോസ് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണെന്ന് എനിക്ക് ഒരു 6
ഒരു സിയും കൊടുക്കുവാണേ, ഒരു ആറും സിയും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ സർക്യൂട്ടിലെങ്കിൽ ഇത് ഏത് ആക്റ്റീവ് ഫിൽട്ടർ ആവും? ഇത് ആക്റ്റീവ് ഫിൽട്ടർ ആവും. ഏത് ആക്റ്റീവ് ഫിൽട്ടറാണ്? ദിസ് ഈസ് ആക്റ്റീവ് ലോ പാസ് ഫിൽട്ടർ, ശരിയല്ലേ? കാരണം ആറും സിയും ആണ്. ഇത് നേരെ തിരിച്ചു കഴിഞ്ഞാൽ ഏതാവും? നമ്മൾ ഹൈ പാസ് ഫിൽട്ടർ ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസൈൻ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഗെയിൻ എത്രയായിരിക്കും? യു വിൽ ഗെറ്റ് ഗെയിൻ ആസ് 1, ശരിയല്ലേ? അങ്ങനെ നമുക്ക് ആക്റ്റീവ് ലോ പാസ് ഫിൽട്ടർ വിത്ത് ഗെയിൻ 1 നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇൻപുട്ടിലാണ് നമ്മൾ നമ്മുടെ സർക്യൂട്ടറി നമുക്ക് കൊടുക്കുന്നത്, അല്ലേ? ഇതൊരു വോൾട്ടേജ് ഫോളോവർ അല്ലെങ്കിൽ ഗെയിൻ എത്രയാണ്? 1 കിട്ടുന്നത്, അല്ലേ? ഇനി സിമിലർലി നമ്മുടെ കയ്യിലുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഗെയിൻ 1 അല്ലാത്ത ഒരു സർക്യൂട്ട് നമുക്ക് പറയാം. അപ്പോൾ മൈനസ് പ്ലസ് ഇവിടെ നിങ്ങൾ നേരത്തെ പോലെ ഏതുണ്ടാവും? 6 ഉണ്ടാവും, സിമിലർലി 6 ഉണ്ടാവും, സി ഉണ്ടാവും, അല്ലേ? ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? നിങ്ങൾ നേരത്തെ വോൾട്ടേജ് ഫോളോവർ ഗെയിൻ എത്രയായിരുന്നു? 1 ആയിരുന്നു, അല്ലേ? ഗെയിൻ 1 അല്ലാത്ത ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു സപ്പോസ് നമ്മളൊരു നോൺ ഇൻവെർട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ഡിസൈൻ എങ്ങനെയായിരിക്കും? ഇതല്ലേ ഡിസൈന്? ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ഇവിടെ നിന്ന് RF, അല്ല? ഇവിടെ RF, ഇത് R1, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, അല്ലേ? ഇതിപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ ഇതിനെ ഇവിടെ കാസ്കേഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിനെ ഇവിടെ പുട്ട് ചെയ്താൽ മതി. ഇതിനോട് പുട്ട് ചെയ്താൽ ഇവിടെ ആരുണ്ട്? ഓൾറെഡി R1, ഇവിടെ ആരുണ്ട്? RF ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ഗ്രൗണ്ട്, അല്ലേ? അപ്പോൾ ഈ ഇൻപുട്ടിൻ്റെ സൈഡിലാണ് നമ്മൾ RC ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് എന്ത് ഡിസൈൻ ചെയ്യാം? യു ക്യാൻ ഡിസൈൻ എ നോൺ ഇൻവെർട്ടിംഗ് RC, അല്ല, ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യാം യൂസിങ് നോൺ ഇൻവെർട്ടിംഗ് ആപ്പ് പ്ലസ് നിങ്ങളുടെ ലോ പാസ് ഫിൽറ്റർ നിങ്ങൾ ക്ലബ് ചെയ്യുക, അല്ലേ? അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ഇൻപുട്ട് സൈഡിൽ നിങ്ങൾ ലോ പാസ് ഫിൽറ്റർ നമ്മൾ ചെയ്താൽ മതി, പ്ലേസ് ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ വിന്, നിങ്ങൾ RC, ഇവിടെ നിങ്ങളുടെ വി ഔട്ട് ഉണ്ട്. Clear? This is how we design a non-inverting op-amp using active low-pass filter. Low-pass filter ഇവിടെ ഉണ്ട്, ഇവിടെ നിങ്ങളുടെ non-inverting op-amp ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഈ op-ampൻ്റെ ഗെയിൻ എത്രയാണ്? അതൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്, രണ്ടും കൂടി മിക്സ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണ്? 1 + RF/R1, ശരിയല്ലേ? ഇറ്റ് ഈസ് 1 + RF/R1, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫിൽറ്റർ ഈസ് ആക്ച്വലി ആംപ്ലിഫൈഡ് ബൈ ദിസ് ഗെയിൻ. ഓക്കെ, ഈ ഫിൽറ്റർ എന്തായിരുന്നു? ഈ ഗെയിൻ വെച്ചിട്ട് എന്ത് ചെയ്യണം? ശരിക്കും ആംപ്ലിഫൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ആക്റ്റീവ് ഫിൽറ്റർ അല്ലെങ്കിൽ ലോ പാസ് ഫിൽറ്ററിൻ്റെ ഗെയിൻ എന്തായിരുന്നു? അല്ല, ഫ്രീക്വൻസി എന്തായിരുന്നു? കട്ട് ഓഫ് ഫ്രീക്വൻസി ഇറ്റ് ഈസ് 1/2πRC, അല്ലേ? സെയിം തന്നെയാണ് വരിക. നമ്മളെ പാസീവ് ലോ പാസ് ഫിൽറ്ററിൻ്റെ സെയിം ഫ്രീക്വൻസി തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ് വരിക? ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റാണ് വരിക. ഓക്കെ, അതായത് നമ്മൾ ഇവിടുത്തെ സ്റ്റേജിൽ നമ്മൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് വിളിക്കും കേട്ടോ. ഇതിൻ്റെ പ്ലസ് VX എന്ന് മാർക്ക് ചെയ്തോ ജസ്റ്റ്. ഓക്കെ, ഇതിനെ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് കാരണം ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഈ രണ്ടിൻ്റെയും ഗെയിൻ, അതായത് Vout/Vin ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ടിൻ്റെയും ഗെയിൻ അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഫ്രീക്വൻസി റെസ്പോൺസ് ഏതൊക്കെയാണ്? രണ്ടിൻ്റെയും റെസ്പോൺസ് ഏതൊക്കെയാണ്? ഒന്ന് ഓപ്പാമിൻ്റെ ഗെയിൻ ഇൻറ്റു നമ്മളുടെ റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഫിൽറ്ററിൻ്റെ ഗെയിൻ എടുക്കും, അല്ല നമ്മൾ ഓപ്പാമിൻ്റെ ഗെയിൻ എടുക്കും, പ്ലസ് റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ ഇസ് ഗിവൺ ബൈ √1 + f/fc². ഇതാണ് നിങ്ങളുടെ റെസ്പോൺസ് ഓഫ് എന്ത്? ലോ പാസ് ഫിൽറ്റർ. ക്ലിയർ ആയോ? നമുക്ക് റെസ്പോൺസ് ഈ AV = നമ്മൾ 1 + RF/R1 ഒക്കെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തെല്ലാം ഡിറൈവ് ചെയ്തതാണ്. നമുക്ക് ജസ്റ്റ് ലോ പാസിന് റെസ്പോൺസ് ഇങ്ങനെ √1 + f/fc² എങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാം? ജസ്റ്റ് എന്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമുക്കറിയാം നമ്മൾ RC ഇവിടെ ഉണ്ടല്ലോ, Vin ഇവിടെ ഉണ്ട്, ഇവിടെ ആരുണ്ട്? Vout ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ R, ഇവിടെ C. ഓക്കെ, അപ്പോൾ Vout/Vin എഴുതുവാണെങ്കിൽ നമ്മൾ എന്ത് വരും? XC അല്ലെങ്കിൽ C അല്ല എടുക്കുക. അപ്പോൾ XC / R + XC, ശരിയല്ലേ? അപ്പോൾ നമ്മളതിൻ്റെ മോഡുലസ് എടുക്കുവാണെങ്കിൽ എന്ത് വരും?
വിൽ ഗെറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. മോഡുലസ് എടുക്കുകയാണെങ്കിൽ 1/ωc ഡിവൈഡഡ് ബൈ √r² പ്ലസ് 1/ωc ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? നമ്മൾ ജസ്റ്റ് ωc കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് 1√1 ഡിവൈഡഡ് ബൈ r² ω² c² പ്ലസ് 1. ഓക്കെ, നമ്മളത് മാറ്റി എഴുതുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/√1 പ്ലസ് ω ഡിവൈഡഡ് ബൈ ωc ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടും അല്ലേ? അപ്പോൾ ഈ ഫ്രീക്വൻസി നിങ്ങൾക്കറിയാം, ലോ പാസ് ഫിൽറ്ററിൽ ω എന്ന് പറഞ്ഞാൽ എന്താ 1/RC ആണല്ലേ? അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലോ പാസ് ഫിൽറ്ററിൽ ωc എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ 1/RC തന്നെ എഴുതാമല്ലോ. 1/RC അതവിടെ നിൽക്കാം. അപ്പോൾ ഈ ഒമേഗയ്ക്ക് വരെ നിങ്ങൾ 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π കട്ടാവും. യുവർ ultimate response will get like this: V out by V in equal to 1 divided by √1 plus f by f c the whole square. ഇതാണ് നമ്മളവിടെ ഗെയിൻ ആയിട്ട് എഴുതിയത്. ഇവിടെ ഇതാണ് നിങ്ങളുടെ അപ്പം എന്ത് റെസ്പോൺസ് ഓഫ് എ ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, ആക്റ്റീവ് ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ √1 പ്ലസ് എഫ് ബൈ എഫ് സി ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ വരക്കാറില്ല, അത് സെയിം ആണ് കേട്ടോ, അതിന് മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതങ്ങനെ വരക്കുന്നില്ല. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് പാസീവ് LPFൻ്റെ സെയിം തന്നെയാണ് ആക്റ്റീവ് LPFൻ്റെ. ഇതിൻ്റെ വ്യത്യാസം ഈ വാല്യൂസിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റെസ്പോൺസ്. അപ്പോൾ എന്താണ് വി ഔട്ട് ബൈ വി ഇൻ ഈക്വൽ ടു എന്ത് വരും? AV ഇൻറ്റു ഈ ഫോർമുല എത്ര? 1 ഡിവൈഡ് ബൈ √1 പ്ലസ് എഫ് ബൈ എഫ് സി ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ ഈ AV എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? നമ്മൾ നോൺ വെർട്ടിങ്ങൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് RF/R1. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇത് ഇൻപുട്ട് നമ്മളെന്താണ് ഡയറക്റ്റ് നമ്മൾ ഏത് സർക്യൂട്ടിലാണ് വരുന്നത്? നമ്മളെ വേറൊരു ഇപ്പോൾ ഇൻപുട്ട് സെയിം ആണ് നമ്മൾ വരുന്നത് അല്ലേ? ഇഫ് ദ ഇൻപുട്ട് ഇസ് കമ്മിങ് ഫ്രം അനദർ സർക്യൂട്ട്, വേറൊരു സർക്യൂട്ടിൽ നിന്നാണ് ഇൻപുട്ട് വരുന്നതെങ്കിൽ ഇതിൽ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈൻ പ്രോസസ്സിൽ ഡിസൈൻ ചെയ്യുന്ന ടേം അല്ലെങ്കിൽ നമ്മളെ FC എന്ത് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ അവർ ഇമ്പിഡൻസ്. നമ്മുടെ ഇമ്പിഡൻസിനെ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ ഇമ്പിഡൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? FC എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, കൂടുകയോ കുറയോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇമ്പിഡൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യും? FC എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു അവോയ്ഡ് ദിസ് പ്രോബ്ലം, വി ആർ ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ വി ആർ യൂസിങ് വൺ മോർ ഡിസൈൻ. ഓക്കെ, ഈ ഇൻപുട്ട് ഇപ്പോൾ വേറെ സർക്യൂട്ടിന് വരുവാണെങ്കിൽ ഇങ്ങനെ ഇൻപുട്ട് ഇമ്പിഡൻസ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നോക്കാം. അതായത് നിങ്ങൾ നേരത്തെ സർക്യൂട്ടിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെ? മൈനസ് പ്ലസ്, ഇത് R1, ഇത് RF, പിന്നെ ഇവിടെ ആരുണ്ട്? ഇവിടെ R ഉണ്ട്, ഇവിടെ ആരുണ്ട്? ഇവിടെ C ഉണ്ട്. ശരിയല്ലേ? ഇവിടെ R ഉണ്ട്, RC അല്ലേ? അപ്പോൾ R ഉണ്ട്, C ഉണ്ട് അല്ലേ? ഇവിടെ ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു ബഫറായിട്ട് എന്ത് ചെയ്യാം? ആക്ട് ചെയ്യാം. അപ്പോൾ ബഫറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു മാറ്റം വരുത്താൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങളിത് മൈനസ് പ്ലസ് തന്നെ ചെയ്യുക. നിങ്ങളെന്ത് ചെയ്യുക? ഇവിടെ റെസിസ്റ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ V ഇൻപുട്ട് അല്ലേ? V ഇൻപുട്ട്. ദെൻ ഇത് R1, ഇത് RF. ഇവിടെയുള്ള സീനെ അക്രോസ് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യുക. അതായത് RFൻ്റെ അക്രോസ് എന്ത് ചെയ്യുക? C പ്ലേസ് ചെയ്യുക. RFൻ്റെ അക്രോസ് എന്ത് ചെയ്യുക? C പ്ലേസ് ചെയ്യുക. ഓക്കെ, RFൻ്റെ അക്രോസ് എന്ത് ചെയ്യുക? C പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തീർക്കാം എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനി ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്രീക്വൻസിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, മറ്റേ ലോ ഫ്രീക്വൻസി നിങ്ങളുടെ F0 അല്ലേ? അല്ല, F0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ X എത്രയാണ്? ഇൻഫിനിറ്റി. അപ്പോൾ X ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി പറഞ്ഞാൽ നിങ്ങളെ ഈ ഇമ്പിഡൻസ് ഇല്ലേ? പാരലൽ ഇമ്പിഡൻസ് ഏതൊക്കെ? Zൻ്റെയും RFൻ്റെയും, Cയും RF അല്ലേ? ഈ പാരലൽ ഇമ്പിഡൻസ് അൾട്ടിമേറ്റ്ലി വിൽ ബി എന്തായിട്ട് മാറും? അൾട്ടിമേറ്റ്ലി വിൽ ബി RF. ശരിയല്ലേ? കാരണം X വളരെ ഇൻഫിനിറ്റിയിലേക്ക് പോകില്ല. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണോ? RF തന്നെയാവും. അപ്പോൾ നിങ്ങളുടെ ഗെയിൻ എന്താ വരിക? അപ്പോൾ നിങ്ങളുടെ ഗെയിൻ ദാറ്റ്സ് യുവർ ഗെയിൻ വിൽ ബി അഗെയിൻ എന്ത് വരും? 1 പ്ലസ് RF/R1. ഓക്കെ, നമ്മളെ ബഫർ ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്യുന്നൊന്നുമല്ല അല്ലേ? ബഫർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് മാത്രം. ദെൻ അതുപോലെ തന്നെ അറ്റ് ഹൈ ഫ്രീക്വൻസീസ്
അറ്റ് ഹൈ ഫ്രീക്വൻസീസ് നിങ്ങളുടെ ഫ്രീക്വൻസി ഇൻഫിനിറ്റി അല്ലേ, അപ്പോൾ എക്സി എത്ര വരും? 0. ക്ലിയർ? അങ്ങനെ എക്സി 0 വരുന്ന കേസിൽ അതെന്തായിട്ട് ആക്റ്റീവ്? ഇവിടെ ഒരു 0 ഒരു ഓപ്പൺ പോലെയല്ലേ വരിക, അതായത് ഷോർട്ട് ആവും ഇത് മൊത്തത്തിൽ അല്ലേ. അപ്പോൾ അത് ഏത് ആക്റ്റീവ് പോലെ ആക്റ്റീവ് ഷോർട്ടായിട്ട് നേരെ തിരിച്ച് ഇൻപുട്ടിലേക്ക് വരും. അപ്പോൾ അത് എന്തായിട്ട് ആക്റ്റീവ്? ഇറ്റ് ആക്ട്സ് ആസ് എ വോൾട്ടേജ് ഫോളോവർ. അതായത് ഇതിൻ്റെ ഗെയിൻ എത്രയായിരിക്കും? 1. നേരത്തെ ഗെയിൻ എത്രയാണ്? 1+RF/R. ദസ് ദ എഫക്ട് ഓഫ് ലോഡിങ് ക്യാൻ ബി അവോയ്ഡഡ്. ദസ് ദ ലോഡിങ് എന്ത് ചെയ്യാം? നമുക്കങ്ങനെ അവോയ്ഡ് ചെയ്യാം. ദസ് ലോഡിങ് ക്യാൻ ബി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ FC എഴുതുമ്പോൾ എന്ത് വരും? നേരത്തെ പോലെ തന്നെ എന്ത് വരും? 1/2πRC ആയിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ. അതിന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്താൽ RFC. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ അവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ 1/2πRCയിൽ ഈ ആറാണ് ഡിസൈനിങ് ഫാക്ടർ എങ്കിൽ ഇനി മുതൽ ഈ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയിരിക്കും നമ്മൾ എന്ത് ഡിസൈനിങ് ഫാക്ടർ വരിക. അപ്പോൾ ഇനി മുതൽ RF ഡിസൈഡ്സ് ദ FC ഡിസൈൻ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ടേം ഏതായിരിക്കും? നിങ്ങളുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നിങ്ങളുടെ FC ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഗെയിൻ അല്ലേ. നേരത്തെ ഗെയിൻ ഇതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗെയിൻ ഇതിൽ രണ്ടാമത്തെ കേസിൽ ഹൈ ഫ്രീക്വൻസി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബഫറായിട്ട് എന്ത് ചെയ്യും? അതിനെ ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഇതിലുള്ളൂ. ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ സെയിം ആണ്, അതുകൊണ്ട് നമ്മളത് അധികം ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? സമയം കളയേണ്ട കാര്യമില്ല. ഓക്കെ, സിമിലർലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ. ഓക്കെ, ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ. ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ നമ്മൾ നേരത്തെ പോലെ ബഫർ വെച്ച് ഡിഫൈൻ ചെയ്യാം. അതായത് ഗെയിൻ 1 ആക്കാം അല്ലേ. ഗെയിൻ 1 ആക്കാം എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാം? -+. ഇവിടെ ഇത് കണക്ട് ചെയ്താൽ ഗെയിൻ 1 ആയി അല്ലേ. ഇത് വി ഔട്ട്. ദെൻ എങ്ങനെ ഡിസൈൻ ചെയ്യും? നേരത്തെ R ഉം C വന്നു, ഇവിടെ എന്ത് വരും? ഇവിടെ C ഉം R ഉം വരും. ശരിയല്ലേ? നേരെ തിരിഞ്ഞ് വരും, വേറെ ചേഞ്ചുകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നേരത്തെ പോലെ എന്ത് ചെയ്യാം? ബഫറായിട്ട് എന്ത് ചെയ്യാം? ഇതിനെ ആക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെ കൊടുക്കുകയാണോ? നമ്മൾ RF R1 കൊടുക്കണ്ടേ? RF R1 കൊണ്ട് കൊടുക്കും, ഇവിടെ കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ R1 ഉണ്ടാവും, ഇവിടെ ആരും ഉണ്ടാവും, ഇവിടെ നമ്മുടെ RF ഉണ്ടാവും. ഓക്കെ, നേരത്തെ അതേ പ്രൊസീജിയർ നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പോൾ ഈ ഇൻപുട്ട് 1 ആവാത്ത കേസിൽ നമ്മൾ 1 ആവാൻ പാടില്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം അല്ലേ. RF R1 ഇവിടെ ഉണ്ടാവും, സിമിലർലി ഇവിടെ C ഉം R ഉം ഉണ്ടാവും. നേരത്തെ സെയിം സാധനം, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ RC മാത്രം എന്ത് ചെയ്തു? ഇൻ്റർചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? സർക്യൂട്ട് വരയ്ക്കാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഓപ്പാമിൻ്റെ ഈ ഗെയിൻ എന്തായിരിക്കും? ആ ഗെയിനിന് മാറ്റമൊന്നുമില്ല, അതായത് ഇതിനെയാണ് 1+RF/R1 തന്നെയാണ്. പക്ഷെ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷന് മാറ്റം ഉണ്ടാവും അല്ലേ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ത് വരും? അതായത് V/Vin എന്ത് വരും? AV ഇൻറ്റു നേരത്തെ എന്തായിരുന്നു? 1/√1+f/fc² ആയിരുന്നു അല്ലേ. ഇവിടെ എന്ത് വരുന്നു പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇത് എഴുതിക്കോളൂ, f/fc/√1+f/fc². ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. നേരത്തെ 1/√1+fc/fc² ആണെങ്കിൽ ഇവിടെ അതിന് മുകളിൽ ഡിനോമിനേറ്ററിൽ എന്തുണ്ടാവും? ഒരു f/fc കൂടി. ഇതാണ് നിങ്ങളുടെ റെസ്പോൺസ് ഓഫ് ഹൈ പാസ് ഫിൽറ്റർ. ദിസ് ഈസ് ദ റെസ്പോൺസ് ഓഫ് യുവർ ഹൈ പാസ് ഫിൽറ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ തന്നെ ഒരു തരം ഡെറിവേഷൻ തന്നെയാണ്. ഓക്കെ, നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, നമ്മൾ V/Vin എത്രയാണ് വരിക? നേരത്തെ പോലെ ഇവിടെ R ആണ് നമ്മൾ V/Outൽ എടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? R / വോൾട്ടേജ് ഡിവൈഡറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ R / R² + 1/ωc²√. then that is equal to RωC divided by √R²ω²C² + 1 അല്ലേ. then എന്ത് കിട്ടും? ω/ωc divided by √1+ω/ωc². then next എന്ത് കിട്ടും? you will get like this, V/Vin equal to f/fc ക്ക് 2πf കൊടുത്ത് എന്ത് വരും? f/fc divided by √1+f/fc². അതാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ രണ്ട് ഇക്വേഷൻ ഓർത്താൽ മതി, ഇങ്ങനെയാണിത് കിട്ടുക എന്ന് മാത്രം ഓർക്കാം. അപ്പോൾ V/Vin equal to f/fc divided by √1+f/fc². അപ്പോൾ നമ്മൾ ഇനി ആക്റ്റീവ് പാസ് ഫിൽറ്ററുകൾ എഴുതുമ്പോൾ 2 എണ്ണം വരും അല്ലേ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറഞ്ഞാൽ ഗെയിനും ഉണ്ടാവും, ഓപ്പാമിൻ്റെ ഗെയിനും ഉണ്ടാവും, അതുപോലെ ഏതുണ്ടാവും? റെസ്പോൺസ് ഓഫ് ദ ഫിൽറ്ററും കൂടി ഉണ്ടാവും. റെസ്പോൺസ് ഓഫ് ദ ഫിൽറ്റേഴ്സും കൂടി എന്തുണ്ടാവും? അതിൻ്റെ കൂടെ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഹൈ പാസ് ഫിൽറ്റർ. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് സെയിം ആണ്. പിന്നെ ചെറിയൊരു ചേഞ്ച് ഉള്ളത് ജസ്റ്റ് ചെറിയൊരു ഗെയിൻ റെസ്പോൺസ് പോലെ കാണിക്കുവാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രീക്വൻസി, ഇത് നിങ്ങളുടെ ഗെയിൻ അല്ലേ.
ഗെയിൻ. ദെൻ ഇത് ഏതിൻ്റെ റെസ്പോൺസാണ്? ഈ സാധനം ഇത് ഇങ്ങനെയല്ല, നേരെയാണ്. ഗെയിൻ ഇത് ഏതിൻ്റെ റെസ്പോൺസാണ്? ദിസ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ആക്റ്റീവ് ഫിൽട്ടർ അല്ലേ, ആക്റ്റീവ് ഹൈ പാസ് ഫിൽട്ടർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റെസ്പോൺസ്. നമ്മൾ ഇതിൻ്റെ റെസ്പോൺസ് ഈ റീജിയൻ ഓക്കെ, ഈ റീജിയനാണ് നമ്മൾ ഇതിൻ്റെ റെസ്പോൺസ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ആക്റ്റീവ് ലോ പാസ് ഫിൽട്ടർ. ക്ലിയർ? അപ്പോൾ രണ്ടും എന്താണ്? സെയിം ആണ്. പിന്നെ ഈ ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്ററിൽ ഏകദേശം ഒരു എത്ര കിലോ ഹെർട്സ് പറയുന്നത് ഒരു 1 MHz ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, അതിൻ്റെ മെയിൻ കാര്യങ്ങൾ വരുന്നത് ആ റേഞ്ച് വരെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിസൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തെടുക്കുന്ന നോൺ ഇൻവേർട്ടിങ് സംഭവങ്ങൾ വെച്ചിട്ടാണ്. ഇത് നോൺ ഇൻവേർട്ടിങ് ഓപ്പ് ആമ്പുകൾ വെച്ചിട്ടാണ് അല്ലേ. ഇത് ഇൻവേർട്ടിങ്ങിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്, ശരിയല്ലേ? ഇൻവേർട്ടിങ്ങിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ആകെ ഗെയിൻ്റെ കാര്യങ്ങൾ മാത്രമേ മാറുള്ളൂ. അപ്പോൾ നിങ്ങളെ സർക്യൂട്ട് എങ്ങനെ വരും? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ സർക്യൂട്ട് നോക്കാം. നമ്മൾ ആദ്യം നമ്മൾ ആക്റ്റീവ് ലോ പാസ് ആണ് വരയ്ക്കുന്നതെങ്കിൽ എന്ത് വരും? നിങ്ങൾ ഇൻവേർട്ടിങ്ങിലല്ലേ കൊടുക്കുന്നത്, ഇൻവേർട്ടിങ്ങിൽ കൊടുക്കുക. R1 RF, ഇവിടെ എന്ത് വരും? നമ്മളെ CF. ഓക്കെ, ഇത് നിങ്ങളുടേത് Vin, ഇവിടെ നിങ്ങൾ ആരുണ്ട് Vout അല്ലേ. ഇത് നിങ്ങളുടെ ഏതാണ്? ആക്റ്റീവ് LPF ആണ്, ആക്റ്റീവ് LPF, ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്താ? റെസ്പോൺസൊക്കെ സെയിം ആയിരിക്കും, ഗെയിന് മാത്രം മാറ്റം വരും. ഗെയിൻ എന്ത് വരും? വിൽ ഗെറ്റ് -RF/R1. ആ ഒരു ചേഞ്ച്, ചെറിയ ചേഞ്ച് മാത്രം നോട്ട് ചെയ്യുക. ഓക്കെ, സിമിലർലി നമ്മൾ ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ എങ്ങനെ വരും? ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ ഇതാ വരക്കാം. മൈനസ് പ്ലസ്, ഇവിടെ C ഉണ്ട്, ഇവിടെ R ഉണ്ട്, ഇതാ ഇവിടെ ഒരു RF. ഓക്കെ, നിങ്ങൾ ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ എങ്ങനെയല്ലേ വരിക? ഓക്കെ, ഇവിടെയും സെയിം തന്നെ. നമ്മൾ ഇൻവേർട്ടിങ്ങിലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഗെയിനിലെ മാറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചേഞ്ചുകൾ വരുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞു അല്ലേ. ദെൻ അപ്പോൾ ഇത് ആകെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മളെ Vout/Vin എഴുതുന്നതിലുള്ള ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ആ Vout/Vin എഴുതുമ്പോൾ 2 എണ്ണം കൂടി വരണം. ഏതൊക്കെ? നമ്മളുടെ ഗെയിൻ ഓഫ് ദ ഓപ്പ് ആമ്പും വരണം, അതുപോലെ നിങ്ങളുടെ ഫ്രീക്വൻസി റെസ്പോൺസും കൂടി വരണം. ക്ലിയർ? നമ്മൾ ഗെയിൻ ഓഫ് ദ ഓപ്പ് ആമ്പും വരണം, അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസും കൂടി വരണം. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ എങ്ങനെ വരും? യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. എങ്ങനെ? പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? ട്രാൻസ്ഫർ ഫംഗ്ഷൻ രണ്ടിൻ്റെ എന്ത് വരും? ഹൈ പാസ് ഫിൽറ്റർ, ആക്റ്റീവ് ലോ പാസിൻ്റെയും ആക്റ്റീവ് ഹൈ പാസിൻ്റെയും ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ വരും? Vout/Vin എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവർ ഗെയിൻ ഇൻറ്റു യുവർ റെസ്പോൺസ്. അപ്പോൾ ഗെയിൻ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോൺ ഇൻവെർട്ടിംഗ് ആണ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? Vout/Vin = നമ്മൾ എന്ത് എഴുതും? AV × 1/√1 + f/fc². അതുപോലെ Vout/Vin = AV × 1 അല്ല, f/fc/√1 + f/fc². ശരിയല്ലേ? അപ്പോൾ ഈ ഗെയിനിന് മാറ്റമൊന്നുമില്ല. ഗെയിൻ രണ്ടിൻ്റെ ഏതാണ്? 1 + RF/R1 തന്നെയാണ്. ഗെയിനൊന്നും ചേഞ്ചസ് ഒന്നുമില്ല. ആകെ ചേഞ്ച് ഉള്ളത് ഈ റെസ്പോൺസിന് മാത്രമേ ഉള്ളൂ അല്ലേ. ഇതാണ് നിങ്ങളുടെ റെസ്പോൺസ്. ഇത് ഏതിൻ്റെ റെസ്പോൺസാണ്? ദിസ് ഈസ് റെസ്പോൺസ് ഓഫ് ഏതിൻ്റെ എന്ന് പറയൂ? ദിസ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ദ ലോ പാസ് ഫിൽട്ടർ ആൻഡ് ദിസ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ദ ഹൈ പാസ് ഫിൽട്ടർ. ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ പറയാറുണ്ട് നമ്മൾ ഒബ്ജക്റ്റീവ് എക്സാംസ് ആണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ കൺസെപ്റ്റ് അറിയാം, പിന്നെ അത് വിടുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നോട്ട് ചെയ്താൽ മതി. ഇക്വേഷനിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ്? നമ്മളെ ബാക്കിയുള്ള ഫിൽറ്ററുകളാണ്. ലോ പാസ്, ഹൈ പാസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാൻഡ് പാസ് ഫിൽറ്ററും അതുപോലെ പിന്നെ ഏതാണ്? ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്ററുമാണ്. ശരിയല്ലേ? അതിന് ബേസിക് കാര്യങ്ങൾ അറിയാം. അതിനോട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഒബ്ജക്റ്റീവ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫിൽറ്റേഴ്സ് കുറച്ച് ഒരു ഐഡിയ കിട്ടും അല്ലേ. പിന്നെ നമുക്ക് എടുക്കാനുള്ള ഫിൽറ്റർ അപ്രോക്സിമേഷനാണ്. ഫിൽറ്റർ അപ്രോക്സിമേഷൻ്റെ കാര്യങ്ങൾ ഏതൊക്കെയാണല്ലേ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബട്ടർവർത്ത് ഫിൽറ്റർ, ഷെപ്ഷവ് ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അപ്രോക്സിമേഷൻ. ഓക്കെ, വി വിൽ അഗെയിൻ ഡീൽ ഇൻ ടു ദാറ്റ്. നോ വറീസ്, നമ്മളെല്ലാം ഡീൽ ചെയ്യുന്നതായിരിക്കും. നമ്മളതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. വി വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് വിത്ത് അവർ ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നും കൂടി വാച്ച് ചെയ്യുക, ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ദെൻ ബൈ. വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.